ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേദയുടെ വള അന്വേഷിച്ച എല്ലാവരും ഇങ്ങനെ തൊപ്പി നടക്കുകയാണ് കേട്ടോ. അപ്പൊ തന്റെ കിണറിന്റെ കരയില്, കുളിമുറിയില് എന്ന് വേണ്ട സകല സ്ഥലത്തും ഇങ്ങനെ നോക്കാണ്. എന്നിട്ട് കമല ഇറങ്ങി വന്നിട്ട്, എന്തായി, കിട്ടിയോ കമല? ഇല്ല മാഷേ, ഇവിടെ എങ്ങും കാണാനില്ല. എന്നാ ഇനി തെരച്ചിൽ നടത്താം എന്ന് മാഷങ്ങ് പറയാണ് കേട്ടോ. എന്നിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു. അപ്പൊ വിനായകനും നന്ദിനിയും അതുപോലെ തന്നെ വിഷുവും ശ്രീജയും ഒക്കെ ഇവിടെ എങ്ങും തിരഞ്ഞു കാണാത്ത സ്ഥിതിക്ക് വിനായകൻ പറഞ്ഞതുപോലെ തന്നെ ആരെങ്കിലും അതെടുത്തതായിരിക്കും, അത് ഉറപ്പാ എന്ന് അച്ഛൻ അങ്ങ് ഉറപ്പിച്ചു. അപ്പൊ വേദ അങ്ങോട്ടേക്ക് വരുവാ. അതാരാണെന്ന് എനിക്ക് ഉറപ്പായേ തീരുവോ? ഇവിടെ അത് ആരെടുത്തോണ്ട് പോവാനാ മാഷേ? ആർക്ക് വേണമെങ്കിലും ഏതവസ്ഥയിലും വേണേ അപമാനിക്കാവുന്ന സ്ഥിതിയിലാ നീയും ഞാനും ഉള്ളത്. ഈ കുട്ടി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് നമുക്ക് പണം മോഹിച്ചിട്ടാന്ന് വരെ പറഞ്ഞില്ലേ കമല? ഈ സ്വർണം കൂടി നഷ്ടപ്പെട്ട അതിന് ഉത്തരം പറയേണ്ടത് ആരാ? അത് നീയും ഞാനും അല്ലേ മാഷേ? അവിടെ ഇരുന്ന വള കാണാതായപ്പോ ഞാൻ ചോദിച്ചൂന്നേ ഉള്ളൂ. എനിക്കതിൽ പരാതിയൊന്നുമില്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു വേദ. ഇങ്ങനൊരു ഔദാര്യം സുധാകരൻ മാഷിന് ഇപ്പൊ ആവശ്യമില്ല. എന്റെ വീട്ടിൽ വെച്ച് നഷ്ടപ്പെട്ട ആ മുതലിന്റെ ഉത്തരവാദിത്തം എനിക്കാണ് എന്ന് മാഷ് പറയാം. അതിനു മുൻപ് എനിക്ക് ഓരോരുത്തരെയും 100% ഉറപ്പാക്കേണ്ട അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്നു എല്ലാവരും. അപ്പൊ വിശ്വത്തിന്റെ നേരെ തന്നെയാണ് ആദ്യം. വിശ്വം, ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ പണത്തിന്റെ ആവശ്യം നിനക്കാണെന്ന് എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നീയാണോ അതെടുത്തത് എന്ന് ചോദിച്ചോ? ചിലപ്പോ ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ എന്തെങ്കിലും. അച്ഛാ, അങ്ങനെ ഇത്രയും കാലമായിട്ട് അങ്ങനൊരു വാക്ക് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചോ? അയ്യോ, എല്ലാരെയും എങ്ങനെ സംശയിച്ച് വിഷമിപ്പിക്കുന്ന എന്തിനാ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പരാതിയൊന്നുമില്ല എന്ന് പറഞ്ഞു വേദ. കുട്ടി മിണ്ടരുത്, എന്റെ മക്കളുടെ നിരപരാധിത്വം അതെനിക്ക് ആദ്യം ഉറപ്പാക്കണം എന്ന് പറഞ്ഞു. ശ്രീജ, മരുമകളായിട്ടല്ല, ഞാൻ എന്റെ മൂത്ത മകളായിട്ടാ നിന്നെ ഞാൻ കാണുന്നത്. അതുകൊണ്ട് നീയായിട്ട് ഒരിക്കലും ഈ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം. എന്റെ മകനായിട്ട് അവൻ നിന്റെ ഭർത്താവ് പറഞ്ഞത് സത്യമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ കുറച്ചു നേരം നിന്നിട്ട്, വിശ്വേട്ടൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല അച്ഛാ, എനിക്ക് ഉറപ്പാ. പിന്നെ കാണുന്നത് നമ്മുടെ വിനായകന്റെ അടുത്തേക്ക് വരുവാണ്. വിനായക, അയ്യോ അച്ഛാ, ഞാനത് കണ്ടിട്ട് പോലും ഇല്ല അച്ഛാ. എന്നെനിക്ക് വിശ്വസിക്കാലോ അല്ലേ? ആരെങ്കിലും എടുത്തതായിരിക്കുമെന്ന് ആദ്യം പറഞ്ഞത് ഞാനല്ലേ അച്ഛാ. ഞാനായി എടുത്തതെങ്കില് ഞാൻ ഉറപ്പോടെ പറയുവോ? അതുകൊണ്ടാ ഞാൻ ഒന്നുകൂടി ഉറപ്പിക്കുന്നത്, നിന്നോടം കൗശലമുള്ള ഒരാൾ ഈ വീട്ടിൽ ആരുമില്ല. എന്റെ അമ്മയാണ് സത്യം, ഞാൻ എടുത്തിട്ടില്ല. ഇവളുടെ തഴയെ തൊട്ട് ആരും സത്യം ഒന്നും കൂടുതൽ ചെയ്യണ്ട. നന്ദിനിയുടെ അടുത്തേക്കാണ്. അപ്പൊ നന്ദിനി, അയ്യോ അച്ഛാ, ഞാൻ എടുത്തിട്ടില്ല, എന്നെ സംശയിക്കില്ലേ അച്ഛാ. ഞാൻ ആ വളകള് ആ മേശപ്പുറത്ത് ഇരിക്കുന്നത് കണ്ടു എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ അത് ഞാൻ അതിന്റെ അടുത്ത് പോവുകയോ ഒന്ന് തൊടുക പോലും ഞാൻ ചെയ്തിട്ടില്ല അച്ഛാ എന്ന് പറഞ്ഞു നന്ദിനി. നോക്കിയപ്പോ അപ്രത്യക്ഷമാക്കാനുള്ള ജാലവിദ്യ എനിക്ക് വശമില്ല എൻ്റെ അച്ഛ എന്ന് പറഞ്ഞു. മതി, ഇനി ഈ വിഷയത്തില് ഈ വീട്ടിലെ ആരെയും അപമാനിക്കരുത്, ശബ്ദിച്ചു പോവരുത് എന്ന് പറഞ്ഞു വേദയോട്. സുധാകരൻ മാഷില് പിന്നെ വീട്ടുകാര് പണത്തിന് ആർത്തിയുള്ളവരാണ്, എല്ലാവരും അറിഞ്ഞ് നടത്തുന്ന നാടകമാണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് അറിയോ? നിന്റെ ചേട്ടനാ. ബുദ്ധിമുട്ട് വന്നപ്പോ ഊരി വെച്ച വിളകളിലൊന്നെടുത്ത് വിറ്റു എന്നോടെ എന്നെ കുറിച്ച് കേൾപ്പിക്കണോ എന്ന് ചോദിച്ചു. ഈ വീട്ടില് ഇനി കളവ് ചെയ്തിട്ടില്ല എന്ന് സത്യം ചെയ്യാൻ രണ്ട് പേരേ ഉള്ളൂ, ഞാനും എന്റെ ഭാര്യയും എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരുടെ മുന്നിൽ വച്ചോ ഞാൻ സത്യം ചെയ്യുകയാണ്, ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന് മാഷു പറഞ്ഞു. കമല, താനും പറ, നീയും കൂടി ഇവരുടെ മുന്നിൽ വെച്ച് സത്യം ചെയ്യുക. അല്ല, ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു വേദ. അച്ഛാ, ദേ ഒരു കാര്യം പറഞ്ഞോട്ടെ, എല്ലാവരുടെയും മുൻപിൽ വെച്ച് അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ പറയുമ്പോ സഹിച്ചു നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ഈ വീട്ടിൽ കാണാനില്ല എങ്കിൽ അത് ആരെങ്കിലും എടുത്തതായിരിക്കും. വിനയേട്ടനും അച്ഛനും പറഞ്ഞത് സത്യം തന്നെയാ എന്ന് പറഞ്ഞു നന്ദിനി. വേദ കുളിക്കാൻ പോയ സമയത്ത് തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മറ്റൊരാൾ കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. സംശയിക്കണ്ട, വിക്രമിന്റെ കാര്യം തന്നെയാ ഞാൻ പറഞ്ഞത്. അപ്പം എല്ലാവരും ഇങ്ങനെ മുഖത്തേക്ക് നോക്കുക. കമല, അവൻ എപ്പോഴാ ഇവിടുന്ന് പോയത്? അല്ല, ഞാൻ കണ്ടില്ല മാഷേ. ഞാൻ കണ്ടു, ഞാൻ പറയാം.
അപ്പൊ വിക്രമത്തിന്റെ കാര്യം ഇങ്ങനെ പറയാണ് കേട്ടോ. വേദ വളകൾ ഊടി വെച്ച മേശപ്പുറത്ത് തന്നെയാ വിക്രം ഫോൺ ചാർജിന് ഇട്ട് വെച്ചിരുന്നത്. അത് വന്ന് എടുത്തോണ്ട് പോകുന്നതും ഞാൻ കണ്ടതാണ്. അപ്പോ എടി, എന്നാ പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞൂടായിരുന്നോ? അച്ഛൻ ഇപ്പൊ പ്രതിയാരെന്ന് മനസ്സിലായല്ലോ എന്ന് വിനായകൻ ചോദിക്കാണ്. അവൻ വള എടുത്തോണ്ട് പോകുന്നത് നന്ദിനി കണ്ടോ? അയ്യോ അമ്മേ, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഫോൺ എടുത്തോണ്ട് പോയതിനു ശേഷമാണ് വള കാണാതായത്. അത്ര മാത്രമേ എനിക്കറിയാവൂ. അതാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ വേദ വന്നിട്ട്, വിക്രം എന്റെ വള എടുത്തോണ്ട് പോകുന്ന എനിക്കൊരിക്കലും വിശ്വാസമില്ല. അയ്യോ, എടുത്തതാവില്ല, ഫോൺ തനിയാണല്ലോ എന്നോർത്ത് മിക്കവാറും വള കൂട്ടിന് പോയതായിരിക്കും എന്ന് വിനായകന്റെ വക ഒരു ജോക്കം. ഇനി ആലോചിക്കാനൊന്നുമില്ല, അവൻ തന്നെ അടിച്ചു മാറ്റിയത് എന്ന് നമ്മൾ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അതെ, എല്ലാവർക്കും സത്യം ചെയ്യാൻ അവസരം കൊടുത്തതുപോലെ വിക്രമിനും ഒരു അവസരം കൊടുക്കണ്ടേ? വേണ്ട എന്നായിരുന്നു മാഷിന്റെ അഭിപ്രായം. അപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പൊ വേദയ്ക്കും എന്തോ പോലെ ആയിപ്പോയി. അതെ, ഇനി ചോദിക്കാനും പറയാനും ഒന്നുമില്ല, അവൻ തന്നെ ആയിരിക്കും അതെടുത്തിരിക്കുക. ഇങ്ങനെ ഒരു കള്ളത്തരം അവനല്ലാതെ ഇവിടെ ആരും ചെയ്യില്ല. എന്താ മാഷെ അങ്ങനെ പറഞ്ഞത്? മറ്റുള്ളവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ സത്യം ചെയ്ത് വാങ്ങാൻ മനസ്സ് വന്ന മാഷിന് അവന്റെ കാര്യത്തിൽ ഒരു സംശയമില്ലല്ലേ? അവൻ തന്നെയാണ് കള്ളൻ അല്ലേ മാഷേ എന്ന് ചോദിച്ച് കമല നിൽക്കുകയാണ് കേട്ടോ. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ആ ന്യായം അല്ലേ? അല്ല, അതല്ല കമല. ഈ വീട്ടിലൊരു ക്രിമിനലായിട്ട് അവൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സത്യം എന്ന് പറഞ്ഞു. എനിക്ക് സംശയമൊന്നുമില്ല കമല. അതെ, ശരിക്കും അമ്മ മനസ്സിലെ സഹജമായ ആ സ്നേഹം കൊണ്ട് നിനക്ക് സംശയം തോന്നില്ലെങ്കിൽ നീയൊന്ന് വിളിച്ച് ചോദിച്ചു നോക്ക് കമല എന്ന് പറഞ്ഞു. ആരോട് നുണ പറഞ്ഞാലും നിന്നോട് നുണ പറയില്ല എന്നാണല്ലോ നീ പറയാറ്. അതെ, അവൻ എന്നോട് നുണ പറയില്ല, അവൻ ഇത് ചെയ്തിട്ടുണ്ടാവില്ല, എനിക്ക് ഉറപ്പാ എന്ന് പറഞ്ഞു കമല. എന്നാ നീ ചെന്ന് ചോദിക്ക്. അവൻ കൂടി എടുത്തില്ല എന്നാ പറയുന്നതെങ്കിൽ ഈ വിഷയം പോലീസുകാര് പരിഗണിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ കമല ഫോൺ എടുത്ത് നമ്മുടെ വിക്രത്തിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പൊ വിക്രം വഴിയിൽ ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്. എന്താമാ എന്ന് ചോദിച്ചു. വിക്രം, നീ എവിടെയാ എന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ എന്താമേ, എവിടെയാണെങ്കിലും 10 മിനിറ്റിനുള്ളിൽ നീ വീട്ടിലെത്തണം. എത്ര തിരക്കുണ്ടെങ്കിലും, മനസ്സിലായല്ലോ? എന്താമ്മേ കാര്യം? ആദ്യം പറഞ്ഞതനുസരിക്ക് വിക്രം. അമ്മയുടെ സ്വരം എന്താ വല്ലാണ്ടിരിക്കണത്? അതിവിടെ വരുമ്പോ അറിയാം എന്ന് പറഞ്ഞു. വിക്രം ഫോൺ വെച്ചു. വിക്രം ഉടൻ തന്നെ വീട്ടിലേക്ക് എത്തി. അപ്പൊ കമല വേഗം തന്നെ ഇറങ്ങി വരാണ്. എന്താമ്മേ, നിനക്കറിയാലോ, നിന്റെ വാക്ക് ഇവിടെ ആരും വിശ്വസിക്കില്ല. നീ സത്യം പറഞ്ഞാലും നുണയാന്ന് മാത്രമേ കരുതൂ. പക്ഷെ അമ്മയോട് കളവ് പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പറ, എന്റെ വിശ്വാസം ശരിയല്ലേ? അമ്മ എന്താ പറയണത് എനിക്ക് മനസ്സിലാവുന്നില്ല, തെളിച്ചു പറ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുധാകരൻ മാഷും ബാക്കി എല്ലാവരും ഇറങ്ങി വന്നു. ഞാൻ പറയാം എന്നാ പറഞ്ഞത്. ഇവിടെ ഇന്ന് രാവിലെ ഒരു മോഷണം നടന്നു എന്ന് പറഞ്ഞു. ഈ വീട്ടിൽ ആരും അങ്ങനെ ചെയ്യില്ല എന്ന് ഇപ്പൊ ഏകദേശം ഉറപ്പായി. പക്ഷെ ഒരു കാര്യത്തിലെ സംശയം, എന്റെ ഭാര്യ കമലയ്ക്ക് ഹരിചന്ദ്രനേക്കാൾ വിശ്വാസം അവളുടെ ഇളയ മകനെയാണ്. അവനത് ചെയ്തിട്ടില്ല എന്ന് ഈ വീട്ടിലെ എല്ലാവരുടെ മുൻപിൽ തെളിയിക്കാനുള്ള ശ്രമത്തിലാ എന്റെ ഭാര്യ. ഇവളുടെ വിശ്വാസം ശരിയാണെന്ന് ഇവക്കെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നിനക്ക് കഴിയോ എന്ന് ചോദിച്ചു മാഷ്. അപ്പൊ മിണ്ടാതെ നിൽക്കാണ് വിക്രം. അപ്പൊ വേഗം നമ്മുടെ അമ്മ തിരിഞ്ഞിട്ട്, അമ്മേ, ആരോട് നുണ പറഞ്ഞാലും ഞാൻ എൻ്റെ അമ്മയോട് നുണ പറയില്ല, ചത്താലും പറയില്ല. എന്നാ പറ, വേദയുടെ വള എടുത്തോണ്ട് പോയത് നീ അല്ലെന്ന് എല്ലാവരുടെയും മുന്നിൽ വച്ച് പറ വിക്രം. എന്റെ തലയിൽ തൊട്ട് നീ സത്യം ചെയ്യണം എന്ന് പറഞ്ഞ് വിക്രത്തിന്റെ കൈ പിടിച്ച് കമല ഇങ്ങനെ വിൽക്കാണ് കേട്ടോ. നീ ഒന്നും മോഷ്ടിച്ചില്ല എന്നൊന്ന് പറ എന്ന് പറഞ്ഞു. പക്ഷേങ്കില് വിക്രം കൈ ഇങ്ങനെ മുറുക്കി ഇങ്ങനെ മാറ്റി പിടിക്കാണ് കേട്ടോ. അപ്പോഴേക്ക് കമലയ്ക്ക് ആകെ സങ്കടായി. വിക്രം എന്ന് വിളിച്ചു. അപ്പൊ വിക്രം വേഗം ഓർത്തെടുത്തു കേട്ടോ. എനിക്ക് സത്യം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു വിക്രം. അപ്പോഴാണ് ആകെ ഷോക്കായി പോയത് എല്ലാവർക്കും. ഒന്നും മിണ്ടിയില്ല ആരും തന്നെ. എല്ലാവർക്കും കാര്യമൊക്കെ മനസ്സിലായി. അപ്പൊ ഇങ്ങനെ നിൽക്കുകയാണ് വിക്രം. ആ ഫോൺ വിളിച്ചിട്ട് ഇറങ്ങാൻ സമയത്ത് ഒരു വളയെടുത്ത് പോക്കറ്റ് ഇട്ടുകൊണ്ടാണ് സത്യത്തിൽ വിക്രം ഇവിടുന്ന് പോകുന്നത് കേട്ടോ. അപ്പൊ വിക്രം, വേദയ്ക്കും ഭയങ്കര വിശ്വാസമായിരുന്നു വിക്രം ഒരിക്കലും അത് ചെയ്യില്ല എന്ന്. പക്ഷെ വേദയുടെ വിശ്വാസമാണ്. വളരെ പെട്ടെന്നൊരു അത്യാവശ്യം വന്നപ്പോ 1-2 ദിവസത്തേന് ഞാൻ പണയം വെച്ചതാ എന്ന് പറഞ്ഞു. 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ എടുത്തു തരാം എന്ന് കൂടി പറഞ്ഞു കേട്ടോ. അപ്പൊ ഒന്നും മിണ്ടാതെ കമല അകത്തേക്ക് പോവാണ്. അമ്മേ, ഞാനൊന്ന് പറയട്ടെ, വിട് കമല എന്ന് വിളിച്ചു. ഇപ്പോ
ലോകത്തേത് വലിയ ക്രിമിനലും തുടങ്ങിയിട്ടുള്ളത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയായിരിക്കും കമല. മനസ്സിപ്പോഴേ കല്ലാക്കി കാത്തിരുന്നോ? ഇനിയും ഒരുപാട് നാണം കെടാനും നീറാനുള്ള വാർത്തകൾ നിന്നെ തേടി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നോട് പറഞ്ഞു. അപ്പം ഒന്നുകൂടി നമ്മുടെ വിക്രത്തിനെ നോക്കി. അപ്പൊ വിക്രത്തിനെ ദയനീയമായിട്ട് നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ കമല തകർന്നടിഞ്ഞ പോലെ കയറി പോവാണ് കേട്ടോ. പിന്നെ വിക്രം അങ്ങ് പോയി, എല്ലാവരും കയറി പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഏറ്റവും തകർന്ന് നിൽക്കുകയാണ് വേദ. ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെനിക്ക് വേണ്ട എന്ന് പറഞ്ഞു മാഷ്. നീ 1,50,000 രൂപ പെട്ടെന്ന് വിചാരിച്ചാല് എന്നെ കൊണ്ട് സംഘടിപ്പിക്കാൻ വലിയ പാടാ. എങ്കിലും ഒരാഴ്ച സമയം തരണം. അതിനുള്ളില് ഞാൻ എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടത് ഞാൻ തന്നെ തിരികെ എടുത്തു തന്നോളാം എന്ന് പറഞ്ഞു. അച്ഛാ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്നും കേൾക്കാതെ മാഷും മാപ്പൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി കേട്ടോ. ഇതുകൂടി ആയപ്പോ വേദയ്ക്ക് വല്ലാത്ത ഹേർട്ടായി പോയി. അപ്പൊ ശ്രീജ അവിടെ നിൽക്കുകയാണ്. മോളെ എന്ന് വിളിച്ചു. ശ്രീജേച്ചി ഞാൻ എന്താ ഏട്ടത്തി, എന്നോട് ഒരു വാക്ക് ചോദിച്ചാ പോരായിരുന്നോ ശ്രീജേടത്തി? അല്ലെങ്കിൽ പറഞ്ഞാ പോരായിരുന്നോ? ഇതിപ്പോ ഞാൻ അറിഞ്ഞോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്? എന്ത് കഷ്ടവായിശ്വരാ. കരയില്ലേ മോളെ, സാരമില്ല. പക്ഷെ വേദ ശ്രീജയുടെ തോളിലേക്ക് കടന്ന് ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ കരയാട്ടോ. മോളെ കരയാതെ എന്ന് പറഞ്ഞ് ശ്രീജ ആശ്വസിപ്പിക്കുന്നു. വിക്രമാണെങ്കിലോ ദേഷ്യപ്പെട്ട് റൂമിലിരിക്കുക. ചെയ്തു പോയ തെറ്റോർത്ത ആൾക്ക് ഭയങ്കര പശ്ചാത്താപം. അപ്പൊ പിന്നെ ദേണ്ട നമ്മുടെ കമല ആളാകെ തളർന്നു പോയിട്ടോ ശരിക്കും. അപ്പൊ കമല ഒന്നും ഫുഡൊന്നും കഴിക്കാതെ വന്ന് കിടക്കാണ്. അപ്പൊ മാഷ് കയ്യിൽ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമൊക്കെ ആയിട്ട് വന്നിരിക്കാണ്. കമല ദാ ഇത് കുടിക്കുക എന്ന് പറഞ്ഞു. വേണ്ട മാഷേ. കമല നമ്മള് ഒരു കാലത്ത് ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്, എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു. അന്നൊന്നും പിന്നെ മുണ്ട് മുറുക്കി കൊടുത്ത് നമ്മൾ ജീവിച്ചിട്ടുമുണ്ട്. മക്കൾ മാത്രമായിരുന്നു ലക്ഷ്യം. അന്നൊന്നും ഒരിക്കലും മുളപൊട്ടാൻ സാധ്യതയില്ലാത്ത പാഴ്വിത്തുകൾക്കാണ് നമ്മൾ വെള്ളവും വളവും ഇടുന്നതെന്ന് അറിയാതെ പോയല്ലോ കമല. സാരമില്ല. അതുകൊണ്ട് ഇനി നീ പട്ടിണി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് കഞ്ഞിവെള്ളം വാങ്ങി കുടിക്കുക എന്ന് പറഞ്ഞു. കുടിക്ക് കമല, പറഞ്ഞു കേട്ടില്ലേ? അപ്പൊ കമല മനസ്സില്ല മനസ്സോടെ ആണെങ്കിലും അത് വാങ്ങിയിട്ട് നിന്ന് കരയാണ് കേട്ടോ ആള്. എനിക്കറിയാം നിനക്ക് എന്തുമാത്രം നീ ഇപ്പോഴും അവനെ കാണുന്നത് ആ പഴയ കാലത്തിലെ ആ വിക്രമായിട്ടാണ്. സ്കൂളിലും കോളേജിലും ഒന്നാമനായിരുന്ന, നാട്ടിലും വീട്ടിലും പ്രിയപ്പെട്ടവനായിരുന്ന ആ പഴയ വിക്രത്തിനെയാ നീ ഓർത്തു വച്ചിരിക്കുന്നത്. അവനെ നമുക്ക് നഷ്ടപ്പെട്ടു കമല, നീ അത് മനസ്സിലാക്ക്. അവൻ നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരിക്കലും അവൻ അത് തിരിച്ചു വരില്ല എന്നോട് പറഞ്ഞു. അതെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. നീയും ഇനിയും അവനിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കരുത്. കൂടുതൽ കരയാൻ മാത്രമേ ഉപകരിക്കൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്കും അവളെക്കുറിച്ച് വലിയ പ്രതീക്ഷകളായിരുന്നില്ലേ മാഷേ? സ്വപ്നം കണ്ടത് ഞാൻ മാത്രമായിരുന്നോ മാഷേ എന്ന് ചോദിച്ചു. ആ കാലമൊക്കെ എന്നെ കഴിഞ്ഞു പോയി എൻ്റെ കമല. ഒന്നും പറയണ്ട. ജീവിച്ചിരിക്കുമ്പോഴേ എൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തിയതുപോലെ പെരുമാറിയവനല്ലേ അവൻ. അവൻ്റെ എനിക്ക് എന്താ പറയാ, അവനെ ഞാൻ അന്നേ തന്നെ മനസ്സിൽ നിറക്കി വിട്ടതാ. ശ്രീകാര്യം ശ്രീനിവാസന്റെ ബിനാമിയായിട്ട് നടന്ന ആ കാലത്ത് അവന് ഇറക്കി വിട്ടാൽ മതിയായിരുന്നു. പക്ഷേങ്കില് അതല്ല മാഷേ. അവൻ കെട്ടിയ താലിയിൽ വിശ്വസിച്ച ഒരു പെൺകുട്ടി വന്ന് കയറിയപ്പോ ഇനിയെങ്കിലും അവൻ നന്നാവുമെന്ന് ഞാൻ കരുതിപ്പോയി എന്റെ മാഷേ. അതാ എനിക്ക് പറ്റിയ തെറ്റ് എന്ന് പറഞ്ഞു കമല. പക്ഷെ അവനിപ്പോ ചതിച്ചത് ആ കുട്ടിയോട് തന്നെ അവൻ ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അവന്റെ തെറ്റുകൾ കാണാതെ പോകുന്നത് നിന്റെ വാത്സല്യം കൊണ്ട് മാത്രമാണ് കമല. അത് നീ മനസ്സിലാക്ക. ഒരിക്കലും ആ പെൺകുട്ടിയെ മകളെ പോലെ സ്നേഹിക്കാൻ തുടങ്ങരുതെന്ന് ഞാൻ നിന്നോട് പല ആവർത്തി പറഞ്ഞത് എന്താന്ന് ഇപ്പം മനസ്സിലായോ? തലതിരിഞ്ഞ ഒരു മകനും ഒരു പെൺകുട്ടി വന്ന് കയറി എന്ന് കരുതിയിട്ട് ലോകത്ത് ഇന്നേ വരെ നന്നായിട്ടില്ല കമല. അത് നീ ആദ്യം മനസ്സിലാക്കണം. ശ്രീകാര്യം ശ്രീനിവാസന്റെ കൂട്ടുകാരന് എന്ന് അറിഞ്ഞ നിമിഷം ഞാൻ പറഞ്ഞില്ലേ, അവനെ ഇവിടുന്ന് തല്ലി ഇറക്കേണ്ടതായിരുന്നു. അന്നത് ചെയ്യാതിരുന്നത് നിന്നെ ഓർത്തു മാത്രമാ. നീ സങ്കടപ്പെടണ്ട. വന്ന കാലം മുതല് നിനക്ക് സങ്കടങ്ങൾ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. വെറുതെ എന്തിനാന്ന് കരുതി മാത്രമാ. പക്ഷെ ഇനിയും നീ അവനെ ഒരിക്കലും വിശ്വസിക്കാൻ നിൽക്കരുത് കമല. അവനെ നന്നാക്കാൻ നീ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷെ അതൊക്കെ വെറുതെയാ ശരിക്കും. പിന്നെ പതിരെല്ലാം എന്താ പറയുക, പാറ്റി നോക്കിയാൽ ചിലപ്പോ പതിര് കണ്ടേക്കും എന്ന് പറയുന്നത് പോലെ നീ അങ്ങനെ പാറ്റി നോക്കണ്ട കമല. ഇപ്പൊ ചതിച്ചത് നിന്നെയും കൂടിയാ.
പുറമെ കാണിക്കുന്ന ആ താന്തോന്നിത്തരം അവൻ വീട്ടിൽ കാണിക്കുന്നില്ല എന്നുള്ള നിന്റെ വിശ്വാസമാ ഇതോടെ തകർന്നത്. പറഞ്ഞത് നിർത്ത് എന്ന് പറഞ്ഞോട്ടോ. ഇനി അവനെ കുറിച്ച് ഓർത്ത് ഒരിക്കലും നീ കരയാൻ പാടില്ല. പുറമെ കാർക്കശം കാണിക്കുമ്പോഴും ഞാനെല്ലാം ഉള്ളിൽ സഹിക്കുന്നത് എന്താണെന്ന് അറിയോ നിനക്ക്? നീ കൂടെ ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തിലാണ്. പിന്നെ അനങ്ങാൻ വയ്യാണ്ട് കിടക്കായി പോയാൽ തന്നെ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള വിശ്വാസം. 3 മക്കളും ഒരാളെ പോലും പ്രതീക്ഷിക്കണ്ട. പ്രത്യേകിച്ച് 3ാമത്തെ മകനെ നീ ഒട്ടും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം കമലയ്ക്ക് ഇതോടെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി ശരിക്കും. എന്നിട്ട് മാഷിന്റെ തോളിലേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടന്നിട്ട് എന്റെ മാഷേ എന്ന് പറഞ്ഞോണ്ട് അലറിക്കരിയാണ് കേട്ടോ. വിശ്വാസമാണ് തകർത്ത് കളഞ്ഞത് വിക്രത്തിനോടുള്ള അത്രയോ സ്നേഹമായിരുന്നു കമലയ്ക്ക് ഉണ്ടായിരുന്നതാ. ഇനി നമ്മൾ കാണാൻ പോകുന്നതും കേൾക്കാൻ പോകുന്നതും ഒന്നും കേട്ട് തകർന്നു പോവരുത്. അതൊന്നും കേട്ട് തകർന്നു പോവാനും പാടില്ല. മനസ്സിലായോ? നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ള മാത്രം തോന്നല് വേണം. മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ കൂടെയുണ്ട്, പിന്നെ താൻ എന്തിനാടോ സങ്കടപ്പെടുന്നത്? നീയോ എനിക്കും നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രമേ ഉണ്ടാവുള്ളൂ കമല എന്ന് പറഞ്ഞ് മാഷും കണ്ണടയൊക്കെ എടുത്ത് കണ്ണൊക്കെ തൂത്ത് കണ്ണാടിയൊക്കെ വെക്കാണ് കേട്ടോ. സങ്കടമാണ് ആൾക്കും. ഇപ്പൊ വിക്രം ഇങ്ങനെ ഇരിക്കുമ്പോ വിക്രത്തിന്റെ റൂമിലേക്ക് വേദ കയറി അങ്ങ് ചെല്ലുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നാളെ വിക്രത്തിനെ തേടി മറ്റൊരു അതിഥി എത്തുന്നുണ്ട്. അതൊരു വമ്പൻ ട്വിസ്റ്റിലേക്കാണ് കേട്ടോ കാര്യങ്ങൾ എത്തുന്നത്. വേദ ഞെട്ടിപ്പോകുന്ന കുറേ രഹസ്യങ്ങൾ നമ്മുടെ വിക്രം വെളിപ്പെടുത്തുന്നൊക്കെയുണ്ട്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തം വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.